ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായ്. അല്ല, നീ ആളങ്ങ് നന്നായി പോയല്ലോടാ. ഗാന്ധിജിയെ കുറിച്ചൊക്കെ ധാരാളം വായിച്ചു പഠിക്കുന്നുണ്ടല്ലോ. ഒക്ടോബർ ഗാന്ധി ജനിച്ച മാസമായതുകൊണ്ടാവും. അടുത്ത ആഴ്ച ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ടെന്ന് അജീഷ് മാഷ് പറഞ്ഞു. ഗാന്ധിജിയെ കുറിച്ചുള്ള 100 ചോദ്യങ്ങളുണ്ടാവും. നന്നായി പഠിച്ചോ. നിനക്ക് സമ്മാനം കിട്ടൂടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണേ. അപ്പൊ എനിക്ക് സമ്മാനം കിട്ടണമെന്ന് അച്ഛന് ആഗ്രഹമില്ലേ? ഓ, അപ്പോഴേക്കും അവൻ തുടങ്ങി. ആട്ടെ, എന്താ സമ്മാനം? അപ്പേട്ടന്റെ ചായക്കട സ്പോൺസർ ചെയ്യുന്ന 10 മടക്കുള്ള 2 ചട്ടിപ്പത്തിരി. തീറ്റ മത്സരമാണോടാ നടത്തുന്നത്? ഏതായാലും നന്നായി. ഗാന്ധിജിയെ പോലുള്ള മഹാന്മാരെ കുറിച്ച് പഠിക്കാനും അവരുടെ പാത പിന്തുടരാനും ഇതുപോലുള്ള പരിപാടികൾ ഉപകരിക്കും. പാത പിന്തുടരുക എന്ന് പറഞ്ഞ എന്താ അച്ഛാ? അവര് നടന്നുപോയ വഴിയിലൂടെ ചുമ്മാ നടക്കുന്നതാ? ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് അതാണ്. പക്ഷേ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ ത്യാഗോജ്വലമായ ജീവിതം മാതൃകയാക്കുക എന്നതാണ് പാത പിന്തുടരുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതെങ്ങനെ സാധിക്കും? പരിശ്രമിച്ചാൽ സാധിക്കും. നിങ്ങളൊക്കെ ഇപ്പോ സിനിമാ താരങ്ങളെ അനുകരിച്ചല്ലേ ജീവിക്കുന്നത്? അത് ശരിയല്ല. അച്ഛൻ ഗാന്ധിജിയെ മാതൃകയാക്കിയോ? പിന്നല്ലാതെ. ഞാൻ ഊണിലും ഉറക്കിലും ഗാന്ധിജിയെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ആവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛന്റെ തലയിൽ മുടിയുണ്ടല്ലോ. ഓ, ഇവന്റെ ഒരു കാര്യം. അധ്വാനിക്കാതെ ലഭിക്കുന്ന ഭക്ഷണം മോഷ്ടിക്കുന്നതിന് തുല്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നപ്പോ അച്ഛൻ ഉറങ്ങായിരുന്നല്ലോ. പഠിക്കടാ, ഇരുന്ന് പഠിക്കടാ. എന്നിട്ട് അദ്ദേഹത്തെ മാതൃകയാക്കാൻ നോക്ക്. ഇപ്പൊ പറ്റില്ല അച്ഛാ. അങ്ങനെ പറയാൻ തന്നെ പാടില്ല മോനെ. ഇപ്പൊ എനിക്ക് 10 വയസ്സ്. 3 വർഷം കഴിഞ്ഞാൽ 13 വയസ്സാകും. ഗാന്ധിജി 13-ാം വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. 13-ാം വയസ്സിൽ വിവാഹം കഴിച്ചു.